ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വർഷങ്ങളോളം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ നല്ല ഒരു മാങ്ങാച്ചാറിനെ പറ്റിയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ നേരത്തെ കണ്ടിട്ടാവാം ഞാൻ ട്രിച്ചിയിൽ പോയിട്ട് മാങ്ങ പിച്ചുന്നത്. അപ്പം നല്ല ഫ്രഷായിട്ട് മാങ്ങ പിച്ചിയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു നല്ല ഒരു അച്ചാറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. മാങ്ങയെല്ലാം പിച്ച് നന്നായിട്ട് അത് കഴുകിയിട്ട് ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ തുടച്ച് വെച്ചേക്കുന്ന മാങ്ങയാണിത്. അതിനുശേഷം മാങ്ങ ഇങ്ങനെ നമ്മൾ അണ്ടിക്കൂടോടുകൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഒരു പാടയുണ്ട്. ആ പാട സഹിതം നമ്മൾ ചിരണ്ടിക്കളയണം. ഒരു തുള്ളി പോലും വെള്ളം കാണരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ അമ്മയുടെ സ്പെഷ്യലാണിത്. വർഷങ്ങളായിട്ട് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അച്ചാറാണിത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു അച്ചാറാണ്. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് ഒരു വലിയ ഒരു പാത്രത്തിലാക്കിയിട്ട് നന്നായിട്ട് ഒരു 2 പിടി ഉപ്പ് അമ്മ ഇട്ടിട്ട് ഒരു 2 ദിവസം അടച്ചു വെച്ചേക്കും. എന്ന് വെച്ചാൽ ഉപ്പ് കറക്റ്റായിട്ട് അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ അടച്ചു വെക്കുന്നത്. അടച്ചു വെച്ച് 2 ദിവസത്തിന് ശേഷം നമ്മൾ തുറക്കുമ്പം ഏകദേശം ഉപ്പെല്ലാം നന്നായിട്ട് മാങ്ങയിൽ പിടിച്ച ഈ ഒരു സ്റ്റേജിലാണ് നമുക്കിത് കിട്ടുന്നത്. ആ കട്ടിയുള്ള തോട് അതിനകത്ത് നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. വെച്ചാൽ മാങ്ങ ഇങ്ങനെ കേടുകൂടാതെ തന്നെ അങ്ങനെ കുറേ നല്ല ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അലിഞ്ഞു പോകും. അപ്പം അലിഞ്ഞു പോകാതെ അണ്ടിക്കൂടിൽ ഇങ്ങനെ പിടിച്ചിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് കൂടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 3-4 സ്പൂൺ അടുപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു 100 ഗ്രാം അടുപ്പിച്ചിട്ട് കടുക് നന്നായിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു അമ്മ സാധാരണയായിട്ട് ഇങ്ങനെ കയ്യിൽ, അവർ പഴയ ആളുകളൊക്കെ അല്ലേ ഇങ്ങനെ കൈ കൊണ്ടിട്ട് സാധനങ്ങൾ ഇട്ടേ ശീലമുള്ളൂ. പക്ഷെ ഇപ്പോൾ വീഡിയോയ്ക്ക് ആയതുകൊണ്ടാണ് ഈ ക്വാണ്ടിറ്റി അളന്നിടുന്നത്. ഇതേപോലെ ഒരു 5 സ്പൂൺ 6 സ്പൂൺ അടുപ്പിച്ചിട്ട് മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നീട് കായം ഇടുന്നുണ്ട്. കായപ്പൊടി ഏകദേശം ഒരു 2 സ്പൂൺ അടുപ്പിച്ചിട്ടാണ് ഈ ഒരു കായം എടുക്കുന്നത്. കായം നമ്മുടെ അച്ചൂട്ടൻ എന്തെങ്കിലും ഇടണമെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ അച്ചൂട്ടനെ കൊണ്ടായിരുന്നു അങ്ങനെ കായമൊക്കെ ഇടിപ്പിച്ചത്. അതിനുശേഷം ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഉലുവാപ്പൊടിയാണ്. ഉലുവയാണ് അതിൻ്റെ മെയിൻ. ഉലുവയും കടുകുമാണ് ഇതിൻ്റെ ഒരു മെയിൻ തിങ്സ് എന്ന് പറയുന്നത്. ഒരു 3 സ്പൂൺ അടുപ്പിച്ചിട്ട് ഉലുവാപ്പൊടി ഇടുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കാര്യം നമുക്ക് അടുപ്പിലിട്ടതിന് ശേഷം, അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു മിക്സിങ് ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ഈ എല്ലാ പൊടികളും എല്ലാ മാങ്ങയിലും പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം അമ്മ ഒരു ബൗളിൽ ഇതേപോലെ തന്നെ വെളുത്തുള്ളി ഈ ഒരു ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കുന്നത്. ഇത്രയും ഒരു ചെറിയൊരു ബൗളിനകത്ത് നിറച്ചിട്ട് വെളുത്തുള്ളി, അതേപോലെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത് ഈക്വൽ എമൗണ്ട് ആണ് എല്ലാം എടുത്തേക്കുന്നത്. ഈക്വൽ എമൗണ്ട് മീൻസ് ഒരു ബൗളിൽ നമുക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇത് ഓരോന്നും നമ്മൾ വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. ഇത് വറുത്ത് കോരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ലെണ്ണയും അതേപോലെ തന്നെ വെളിച്ചെണ്ണയും ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത്. ഇപ്പം മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പം ഒരു ഏകദേശം ഒരു 250-300 ഗ്രാം അടുപ്പിച്ചിട്ട് നമ്മൾ നല്ലെണ്ണ എടുക്കുകയാണെങ്കിൽ അതേപോലെ ഒരു 300 ഗ്രാം അടുപ്പിച്ചിട്ട് വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് ഇത് ഓരോന്നും സെപ്പറേറ്റ് ഇട്ടാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. അമ്മയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അതേപോലെ അച്ഛനും വന്നു. നമ്മളിങ്ങനെ എന്തെങ്കിലും വീട്ടിലൊക്കെ ഇങ്ങനെ പാചകങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു കിച്ചൺ എന്ന് പറയുന്നത്, പാചകം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നും പിന്നെ മെയിനായിട്ട് നമ്മൾ അത് വറുത്ത് കോരുമ്പോൾ ആ ഒരു ചിൽ സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു സൗണ്ട് ആവുന്നത് വരെ നമ്മളതിനെ വറുത്തിരിക്കണം. എന്നിട്ട് അതിനെ എല്ലാം സെപ്പറേറ്റ് നന്നായിട്ട് വറുത്ത് കോരി വെക്കുക. പിന്നെ ഇഞ്ചി ഒക്കെ അരിയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നീളത്തിലാണ് അമ്മ അരിഞ്ഞേക്കുന്നത്. വെച്ചാൽ മാങ്ങ എടുക്കുമ്പം ഒരു പീസ് ഇഞ്ചി അല്ലെങ്കിൽ ഒരു പീസ് പച്ചമുളക് നമുക്ക് ഇതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഈ ഇട്ടത് മിക്ക ആളുകൾ അതിൻ്റെ ആ ഒരു സീക്രട്ട് കാണിക്കാറില്ല. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു കുറച്ച് പേസ്റ്റും
1 സ്പൂൺ അടുപ്പിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അതിനകത്തിട്ട് നന്നായിട്ട് ആ എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മൂപ്പിച്ചെടുത്തതിന് ശേഷം കടുവും കൂടെ അതിനകത്തിട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു മാങ്ങാച്ചാറിൻ്റെ സീക്രട്ട് എന്ന് പറയാനായിട്ട്. പിന്നെ അതിലോട്ട് തന്നെ നമ്മുടെ വെച്ചിരുന്ന കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഇളക്കി വെച്ചേക്കുന്ന മാങ്ങാച്ചാർ അതിനകത്തോട്ട് ഇടുകയാണ്. ഈ ഇളക്കി അരപ്പെല്ലാം ചേർത്ത് വെച്ചേക്കുന്ന മാങ്ങാച്ചാർ ആ എണ്ണയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ തിളക്കുകയോ വേവിക്കുകയോ ഒന്നും വേണ്ട. ആ എണ്ണയിൽ അത് ജസ്റ്റ് ഒന്ന് വീണാലും മതി. ജസ്റ്റ് വീണിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ആ എണ്ണ എല്ലായിടവും എത്തത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വറുത്ത് കോരി വെച്ചേക്കുന്ന ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും എല്ലാം അതിനകത്തോട്ട്, പച്ചമുളകായാലും എല്ലാം അതിനകത്തോട്ട് ഇട്ടിട്ട് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. മിക്സിംഗ് ആണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് നമ്മൾ അതേപോലെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അടച്ചു വെച്ചതിന് ശേഷം ഒരു ദിവസത്തിന് ശേഷം നമ്മൾ അത് തുറക്കുമ്പം ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞിട്ട് സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അതിന് ശേഷം നമ്മളൊരു കണ്ടെയ്നറിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. കണ്ടെയ്നറിൽ മാറ്റുന്നതിന് മുന്നേ ആയിട്ട് ഇതിനകത്തോട്ട് കുറച്ച് വിനാഗിരിയും കൂടെ നമ്മൾ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ വലുതായിട്ട് ഒഴിക്കരുത്. കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒരു കുപ്പി എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു 1/4 കുപ്പി വരത്തക്ക രീതിയിൽ വിനാഗിരി നന്നായിട്ട് ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഇളക്കിക്കൊള്ളുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ആ കണ്ടെയ്നറിലോട്ട് മാറ്റാം. കണ്ടെയ്നറിൽ മാറ്റുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതിൽ ഒട്ടും എയർ കയറരുത്. എന്ന് വെച്ചാൽ നന്നായിട്ട് ഇടിച്ചൊതുക്കി വേണം നമ്മളിതിനെ ആ ഒരു ബോട്ടിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്പേസ് കിടക്കാൻ പാടില്ല. അപ്പം നന്നായിട്ട് അതിനെ ഇടിച്ചൊതുക്കിയിട്ട് മുകളിൽ ആ എണ്ണ തെളിഞ്ഞ് നിൽക്കണം. നമ്മൾ ഈ ഒഴിച്ച എണ്ണ ഈ ഇതിൽ മുകളിൽ തെളിഞ്ഞ് നിൽക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഇത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീടാണെങ്കിലും നമ്മളിത് എടുത്തു കഴിഞ്ഞാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കിയിട്ട് ആ എണ്ണ മേളിൽ തന്നെ തെളിയിച്ച് തന്നെ നിർത്തി കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടുകൂടാണ്ട് ഈ ഒരു അച്ചാർ. പിന്നെ സ്പൂണൊക്കെ ഇടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം, തണുത്ത നനഞ്ഞ സ്പൂണുകൾ ഒന്നും ഇടരുത്. ഒന്നും ഇടാണ്ട് ഇതേപോലെ തന്നെ ഈ മേളിൽ എണ്ണ തെളിഞ്ഞ് നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 വർഷത്തിൽ കൂടുതൽ നമുക്ക് കേടുകൂടാണ്ട് നല്ല സൂപ്പർ അച്ചാർ കിട്ടുന്നതായിരുന്നു. അപ്പം ഞാനും എൻ്റെ അച്ചക്കുട്ടനുമായിട്ട് എൻ്റെ ഇത് ട്രൈ ചെയ്തു. അവൻ ഇതേപോലെ അച്ചാറൊന്നും കഴിച്ചിട്ടില്ല. ഭയങ്കര എന്ന് വെച്ചാൽ ഞാനങ്ങനെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളുക.